ഹായ്, ഇത് ഇലക്ട്രോകെമിസ്ട്രി 1ന്റെ 4th വീഡിയോ ആണ്. ഒന്നെടുക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണെന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ നൈട്രിക് ആസിഡ് സൊല്യൂഷൻ എടുക്കാം. അതിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഈ H+ അയോണും NO3 അയോണും ഒരുപോലെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു എന്നാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ H+ അയോൺ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആണെങ്കിൽ 0.84 വാട്ട് ആണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ടോട്ടൽ കറണ്ട് ആയിട്ട് 1 എടുക്കാം. കറണ്ട് ടോട്ടൽ 1 ആണ്. അപ്പൊ 1ന്റെ 0.84 വാട്ട് മാത്രമാണ് H+ കണ്ടക്ട് ചെയ്യുക. NO3 കണ്ടക്ട് ചെയ്യുന്ന വളരെ കുറവാണ്, 0.16 വാട്ട് ഓഫ് കറണ്ട് മാത്രമാണ് NO3 കണ്ടക്ട് ചെയ്യുക. അപ്പൊ എന്ത് മനസ്സിലായി? H+ഉം NO3 ഒരുപോലെ എല്ലാ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് മനസ്സിലായി. H+ന്റെ സ്പീഡ് ഹൈ ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ എന്താണെന്ന് നോക്കുന്നത്. ട്രാൻസ്പോർട്ട് നമ്പർ എന്നാൽ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ കറന്റ് ക്യാരിഡ് ബൈ എ പർട്ടിക്കുലർ അയോൺ ഈസ് കോൾഡ് ട്രാൻസ്പോർട്ട് നമ്പർ. അതായത് ഒരു പർട്ടിക്കുലർ അയോൺ ക്യാരി ചെയ്യുന്ന ടോട്ടൽ കറന്റിന്റെ ഫ്രാക്ഷൻ. അതായത് ഇവിടെ എന്താണ്, ഇവിടെ ടോട്ടൽ കറന്റ് 1 ആണ്, ഇവിടെ ടോട്ടൽ കറന്റ് 1 ആണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന പർട്ടിക്കുലർ അയോൺ H+ ആണെങ്കിൽ 0.84. അപ്പോൾ അതിന്റെ ഫ്രാക്ഷനാണ് എന്ത് പറയുക, ട്രാൻസ്പോർട്ട് നമ്പർ. അതായത് fraction of total current carried by a particular ion. Particular ion carry ചെയ്യുന്ന ടോട്ടൽ കറന്റിന്റെ ഫ്രാക്ഷൻ, അതിനെയാണ് എന്ത് പറയുക, ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയുക. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് നമ്പർ. ട്രാൻസ്പോർട്ട് നമ്പറിന്റെ ഡിറ്റർമിനേഷൻ അതെങ്ങനെ, അതിന് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് ഹിറ്റോഫ് മെത്തേഡ്. ഹിറ്റോഫ് മെത്തേഡ് ആണ് ആ മെത്തേഡിന്റെ പേര്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്, എസ്എക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിന്റെ പ്രിൻസിപ്പിൾ വരുന്നത് falling concentration around an electron is proportional to the speed of ion that moves away from the electrolyte. ഒരു ഇലക്ട്രോണിന്റെ ചുറ്റുമുള്ള കോൺസെൻട്രേഷന്റെ ഫാൾ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അയോൺസിന്റെ മൂവ്മെന്റിന്റെ സ്പീഡിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ ഒരു H+ ആണെന്ന് ഉപയോഗിക്കുക, അത് സ്പീഡ് മൂവ് ചെയ്യും, കാരണം പ്ലസും റിപ്പൽ ചെയ്യും. അപ്പോൾ H+ ആണ് സ്പീഡായി മൂവ് ചെയ്താൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഫാളിംഗ് കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷണൽ ആണ്. അതാണ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നമുക്ക് ഹിറ്റോഫ് മെത്തേഡിന്റെ അപ്പാരറ്റസ് നോക്കാം. ഇതാണ് ഹിറ്റോഫ് മെത്തേഡിന്റെ അപ്പാരറ്റസ്. ഇതിൽ എന്തൊക്കെ ഉണ്ട്? 2 വെർട്ടിക്കൽ ട്യൂബ് ഉണ്ട്, 2 വെർട്ടിക്കൽ ഗ്ലാസ് ട്യൂബ് ഉണ്ട്. കണ്ടെയ്നിങ് എന്താണ്? ഒരു ഇലക്ട്രോഡ്, ഓരോന്നിൽ ഓരോ ഇലക്ട്രോഡ് ഉണ്ട്. അപ്പൊ അതിനെന്ത് പറയാം, നമുക്ക് ആനോഡ് കമ്പാർട്ട്മെന്റ് പറയാം, കാഥോഡ് കമ്പാർട്ട്മെന്റ് പറയാം. കാരണം എന്താ, ഇവിടെ പോസിറ്റീവ് ആണ്, നമുക്ക് ഇതിന് ആനോഡ് കമ്പാർട്ട്മെന്റ് എന്ന് പറയാം. ഇതാണ് കാഥോഡ് കമ്പാർട്ട്മെന്റ്. ഇപ്പൊ 2 വെർട്ടിക്കൽ ഗ്ലാസ് ട്യൂബ് ഉണ്ട്, കണ്ടെയ്നിങ് ആൻ ഇലക്ട്രോഡ്. ആനോഡ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, കാഥോഡ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് മെർക്കുറി ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് മെർക്കുറി ഫില്ല് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ കോണ്ടാക്ടിന് വേണ്ടിയിട്ടാണ് മെർക്കുറി ഫില്ല് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അടുത്താണ് യൂട്യൂബ് ഹാവിംഗ് സ്റ്റോപ്പ് ബോക്സ്. ഇവിടെ യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏത്? ആനോഡ് കമ്പാർട്ട്മെന്റും കാഥോഡ് കമ്പാർട്ട്മെന്റും യൂട്യൂബുമായി കണക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് ഈ ആനോഡ് കമ്പാർട്ട്മെന്റും കാഥോഡ് കമ്പാർട്ട്മെന്റിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഈ ഇലക്ട്രോലൈറ്റിന്റെ സപ്പറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് കണക്ട് ചെയ്തത്. യൂട്യൂബിന് എന്തുണ്ട്? സ്റ്റോപ്പ് ബോക്സ് ഉണ്ട്. ഈ സ്റ്റോപ്പ് ബോക്സ് കാരണം ഈ ഇലക്ട്രോലൈറ്റ് ഫ്രം ആനോഡ് കമ്പാർട്ട്മെന്റും കാഥോഡ് കമ്പാർട്ട്മെന്റും പ്രിവെന്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണ്, ഈ ഡോട്ട് ഇതൊക്കെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്, അതായത് സൊല്യൂഷൻ. പിന്നെ അടുത്താണ് കോപ്പർ വോൾട്ട്മീറ്റർ. ഇതാണ് കോപ്പർ വോൾട്ട്മീറ്റർ. ഇത് ഈ സീരീസ് ആയിട്ടാണ് കോപ്പർ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യപ്പെട്ടിരുന്നത്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിന്റെ താഴെ ഉണ്ടാകുന്ന ഫാളിംഗ് കോൺസെൻട്രേഷൻ വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഈ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് നമ്മൾ സിൽവർ അയോണിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നൈട്രേറ്റിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നമ്മൾ എന്താക്കുക, ഈ കമ്പാർട്ട്മെന്റിൽ മൊത്തം എന്താക്കുക, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഫില്ല് ചെയ്യുക. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഫില്ല് ചെയ്തതിനു ശേഷം ഇലക്ട്രോഡായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്ലാറ്റിനം ഓർ പ്യുവർ സിൽവർ. പ്ലാറ്റിനം പ്യുവർ സിൽവർ ആയിട്ട് നമ്മൾ ഇലക്ട്രോഡ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കറണ്ട് പാസ് ചെയ്യാം. ഇവിടെ കറണ്ട് പാസ് ചെയ്തിട്ട് എത്രയാ? 0.01 to 0.02 ആംപിയർ കറണ്ട് പാസ് ചെയ്യാം. എത്ര? 2 മണിക്കൂറിലേക്ക് കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിന് താഴെ കോൺസെൻട്രേഷനിൽ എന്ത് മാറ്റം ഉണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. ഈ ഇലക്ട്രോണിന്റെ ഈ ആനോഡ് കമ്പാർട്ട്മെന്റിലുള്ള സൊല്യൂഷൻ നമ്മൾ എന്താക്കുക, ഒരു ബീക്കർ വെച്ച് കളക്ട് ചെയ്യാം. എന്നിട്ട് എന്താക്കുക, അത് മെഷർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കോപ്പറിന്റെ വെയിറ്റ്, നമ്മൾ കോപ്പർ വോൾട്ട്മീറ്ററിൽ നിന്ന് കോപ്പറിന്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെ എന്ത് നമുക്ക് കിട്ടും? ട്രാൻസ്പോർട്ട് നമ്പർ
ട്രാൻസ്പോർട്ട് നമ്പർ ഡിറ്റർമിൻ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് പഠിച്ചു. ഏതാണ് മെത്തേഡ്? ഹിറ്റ് ഓഫ് മെത്തേഡ്. അതിന്റെ അപ്പാരറ്റസ് എങ്ങനെ ഉണ്ടായിരുന്നത്? ഒരു എച്ച് പോലെ അല്ല ഉണ്ടായിരുന്നത്. രണ്ട് വെർട്ടിക്കൽ ട്യൂബും കണക്റ്റഡ് വിത്ത് യു ട്യൂബ് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒരു എച്ച് ഷേപ്പിന്റെ മോഡലല്ലേ. അപ്പോൾ ഹിറ്റ് ഓഫ് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഈ അപ്പാരറ്റസ് മനസ്സിലുണ്ടാവണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാനുള്ള അടുത്ത മെത്തേഡാണ്. ആ മെത്തേഡിന്റെ പേരാണ് മൂവിംഗ് ബൗണ്ടറി ലൂപ്പ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ഒരു വെർട്ടിക്കൽ ട്യൂബ് കൺസിഡർ ചെയ്യാം. അതിൽ HCl സൊല്യൂഷനും ഉണ്ടാവും, കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷനും ഉണ്ടാവും. ഇത് രണ്ടും എന്താണ്? ഇലക്ട്രോലൈറ്റ് ആണ് അല്ലെ. ഈ ഇലക്ട്രോലൈറ്റിൽ നമ്മൾ എന്താണ്? അയോൺസ് ഉണ്ടാവും. ഈ അയോൺസിന്റെ മൂവ്മെന്റ് നോക്കിയിട്ടാണ് എന്ത് കണ്ടുപിടിക്കാൻ നമ്മള് ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കുക. ഈ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ഈ ഇലക്ട്രോലൈറ്റിൽ എന്തുണ്ടാവും? അയോൺസ് ഉണ്ടാവും. അതിന്റെ അയോൺസിന്റെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ട്രാൻസ്പോർട്ട് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. ഇത് നമ്മൾ കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ താഴെ എടുക്കുക, HCl സൊല്യൂഷൻ മുകളിൽ എടുക്കുക. ഈ കാഡ്മിയം ക്ലോറൈഡ് ഇവിടെ മുതൽ ഈ വരെ ഉണ്ടാവും, ഈ ബൗണ്ടറി വരെ കാഡ്മിയം ക്ലോറൈഡ് ഉണ്ടാവും. HCl സൊല്യൂഷൻ ഇവിടുന്ന് മുതൽ മുകളിലോട്ട് വരെ ഉണ്ടാവും. അപ്പൊ കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഡെൻസിറ്റി ഹൈ ആയിരിക്കും, അതുകൊണ്ടാണ് താഴെ നിൽക്കുന്നത്. ഈ HCl സൊല്യൂഷന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പൊ ഈ പോയിന്റ് ഇവർ രണ്ടാം മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവില്ലേ, ഡെൻസിറ്റി ഹൈ ഉള്ളൂ ഡെൻസിറ്റി ഉള്ളൂ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും. അതൊരു വിസിബിൾ റീജിയൻ ആയിരിക്കും. ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും അല്ലേ. അപ്പൊ ആ ലെയർ ആണ് എ എന്ന ലെയർ. ഓക്കെ, ഈ HCl സൊല്യൂഷനിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് എന്നാണ് HCl സൊല്യൂഷനെ വിളിക്കുന്ന പേര്. കാരണം എന്താ? നമ്മൾ ഈ HCl സൊല്യൂഷനിൽ നമ്മൾ H+ന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ HCl സൊല്യൂഷന്റെ H+ന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് HCl സൊല്യൂഷൻ എന്ത് പറയും? പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് പറയും. അപ്പൊ കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ വിളിക്കുക പേരെന്താ? ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ടോപ്പിലുള്ള നെഗറ്റീവ് ഇലക്ട്രോൺ ആണ് എന്ത്? പ്ലാറ്റിനം കാഥോഡ്. ഈ ബോട്ടത്തിലുള്ള പോസിറ്റീവ് ഇലക്ട്രോൺ ആണ് എന്ത്? കാഡ്മിയം ആനോഡ്. ഇനി ഇതിലേക്ക് ഈ സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ HCl സൊല്യൂഷൻ ആണല്ലോ അല്ലെ. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അയണൈസോ H+ ആയി മാറും, പിന്നെ എന്തായി മാറും? Cl- ആയി മാറും. അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക? കാഡ്മിയം 2+ ആയി മാറും, 2Cl- അയോണായി മാറും അല്ലെ. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അയോണൈസ് ആയി മാറും. ഈ Cl- ഇത് മൈനസ് അല്ലേ, ഈ 2Cl- ഈ രണ്ട് Cl- എങ്ങോട്ട് പോകും? ഈ പോസിറ്റീവ് ഭാഗത്തേക്ക് പോകും, അതായത് കാഡ്മിയം ആനോഡിലേക്ക് പോകും. ഇത് രണ്ടും താഴോട്ടേക്ക് പോകും. അതുപോലെ തന്നെ കാഡ്മിയം 2+ഉം H+ഉം അതെങ്ങോട്ട് പോകും? പ്ലാറ്റിനം കാഥോഡ്. കാരണം എന്താ? അത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും മേലോട്ടേക്ക് പോകും, ഇത് മേലോട്ട് പോകും, ഇത് മേലോട്ട് പോകും, ഇത് രണ്ടും താഴോട്ടേക്ക് വരും അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ബൗണ്ടറിക്ക് ചേഞ്ച് ഉണ്ടാവും. A' ഉണ്ടാവും, B ലേക്ക് എത്തും. കാരണം എന്താ? കാഡ്മിയം മേലോട്ട് പോകുന്നുണ്ട്, H+ മേലോട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താവും? ബൗണ്ടറി ചേഞ്ച് ചെയ്യും. സപ്പോസ് ഈ ബൗണ്ടറി മൂവ് ചെയ്യാൻ ഒരു ഡിസ്റ്റൻസ് Lലേക്കാണ് മൂവ് ചെയ്തിരിക്കുക. A' to B എത്തിയത് ഒരു ഡിസ്റ്റൻസ് L ആണെന്ന് വിളിക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് മിഡിൽ പോർഷൻ ഓഫ് ദ ട്യൂബ്. ഈ മിഡിൽ പോർഷൻ ഓഫ് ദ ട്യൂബിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് വിളിക്കുക. അപ്പൊ എന്താ കിട്ടുക? വോളിയം സെറ്റ് ബൈ ദ ബൗണ്ടറി. ഈ ബൗണ്ടറി സെറ്റ് ചെയ്ത വോളിയം എന്തായിരിക്കും? V = L × A അല്ലെ, ലെങ്ത് × ഏരിയ. വോളിയം സെറ്റ് ബൈ ദ ബൗണ്ടറി എന്തായിരിക്കും? L × A. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ്? A' to B ലേക്ക് ബൗണ്ടറി മൂവ് ചെയ്യും അല്ലേ. അപ്പൊ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിൽ നിന്നാണ് എന്ത് കണ്ടുപിടിക്കുക? ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ.